ഹലോ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണ റെസിപ്പി ഒരു ക്വിക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഓഫീസിൽ പോകുമ്പോൾ നമ്മൾക്കിപ്പം ദോശ അതുപോലത്തെ അപ്പം അതൊന്നും ഉണ്ടാക്കാൻ ടൈം ഉണ്ടാകത്തില്ല. ഇതിൻ്റെ മാവെന്ന് വെച്ചാൽ നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കി അപ്പം തന്നെ ചുട്ടെടുക്കാൻ പറ്റും. നമുക്ക് തലേദിവസം ഇതുപോലെ ആ ദോശ അപ്പം പോലെ ഒന്നും ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. സോ വളരെ ഈസി ആയിട്ട് ഇപ്പോൾ ഓഫീസിൽ പോണവർക്കാണെങ്കിലും സ്കൂളിലെ കുട്ടികൾക്കാണെങ്കിലും കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് വെച്ചാൽ അതും നല്ല ഹെൽത്തിയാണ്. വെച്ചാൽ ഓട്സ് ആണ് ഇരിക്കുന്നത്. ഒരു 1/2 കപ്പ് ഓട്സ്, പിന്നെ റോബസ്റ്റ് ബനാന, പിന്നെ മിൽക്കുണ്ട്, പിന്നെ സിനമൺ പൗഡർ, പിന്നെ ബ്രൗൺ ഷുഗർ വേണമെങ്കിൽ അത് ഉപയോഗിക്കും, അല്ലെങ്കിൽ വൈറ്റ് ഷുഗർ, പിന്നെ കുറച്ച് ചോക്ലേറ്റ് സോസ് അല്ലെങ്കിൽ ഹണി, ഏത് സിറപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഉപയോഗിക്കാം. പിന്നെ ഞാൻ ബട്ടറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത്ര ഇൻഗ്രീഡിയൻസ് കൊണ്ട് നല്ല അടിപൊളി ക്വിക്കായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഓട്സ് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഞാൻ ഇതൊന്ന് പൊടിച്ചെടുക്കാൻ പോവാണ്. പക്ഷെ ഇതിൽ മൈദ ഉപയോഗിക്കുന്നില്ല, അതിന് വേറെ ഓട്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പം വളരെ ഹെൽത്തി ആയിട്ടൊരു ഡിഷാണത്. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഓട്സ്. നെക്സ്റ്റ് ഞാൻ 2 റോബസ്റ്റ് പഴം എടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഈ റോബസ്റ്റയാണ് ഇതിനൊരു ഫ്ലേവർ തരുന്നത്. ഏത് പഴം വേണമെങ്കിലും ഉപയോഗിക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത് ഈ റോബസ്റ്റയാണ്. നന്നായിട്ട് പഴുത്ത റോബസ്റ്റ് വേണം ഉപയോഗിക്കാൻ. ഇതിലധികം ഷുഗർ ഇടുന്നില്ല, അപ്പം ഇതിൻ്റെ മധുരം തന്നെ ഉണ്ടാവും. ഞാൻ 2 റോബസ്റ്റ് ഇടാൻ പോവാണ്. സോ ഈ റോബസ്റ്റയുടെ കൂടെ തന്നെ മുട്ടയും ഇതിനകത്ത് ഇട്ടിട്ട് ഞാൻ ഒന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. ഇത് ഒരുമിച്ചാണ് ചെയ്യുന്നത്. നാടൻ മുട്ട ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആണ്. എന്നിട്ട് ഞാൻ ഒന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. പഴവും മുട്ടയും കൂടെ ഈ ഒരു പരുവത്തിലായി വന്നിട്ടുണ്ട്. അങ്ങനെ ഇത് നന്നായിട്ട് പേസ്റ്റ് വേണ്ട. അപ്പം ഞാൻ ഇതായിട്ട് മിക്സ് ചെയ്യാൻ പോവാണ്. ഇത് മുഴുവനും ഒഴിക്കണില്ല, അധികം നമുക്ക് കുറച്ചൊരു തിക്നെസ് വേണം മാവിന്. അപ്പം അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. സോ ഈ മാവ് മിക്സ് ആവുന്നതിന് കുറച്ചൊരു മീഡിയം ഒരു ഇതായിട്ട് വേണം വരാൻ. അധികം വെള്ളം ഉണ്ടാവരുത്. ഞാൻ ഇത് മുഴുവനും ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. മാവ് അധികം ലൂസാവാൻ പാടില്ല. അപ്പോൾ മാവ് ഇങ്ങനെയായിട്ട് വരുവാണെങ്കിൽ നമ്മൾ കുറച്ച് പാൽ ഒഴിച്ചത് ലൂസാക്കാണ്. ഒരു വലിയ 2 സ്പൂൺ പാൽ ഒഴിക്കുന്നുണ്ട്. അതൊന്ന് ചെറുതായിട്ട് ലൂസാക്കി എടുക്കണം. കാരണം ഇതിനകത്ത് ബട്ടറും മെൽറ്റ് ചെയ്ത് ഒഴിക്കാനുണ്ട്. അപ്പം അധികം ലൂസാവണ്ട. ബട്ടറും കൂടെ വരുമ്പോൾ നന്നായിട്ട് ലൂസായിട്ട് വരും. ഈ സിന്നമൺ പൗഡർ ഇതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അതിനകത്ത് ഇടുവാണ്. ഒരു പിഞ്ച് സിന്നമൺ പൗഡർ, കൂടെ തന്നെ ഞാൻ ഒരു പിഞ്ച് സോൾട്ടും 1 ടേബിൾ സ്പൂൺ ഷുഗർ ബ്രൗൺ ഷുഗർ ഉപയോഗിക്കാം. ഇപ്പോൾ വൈറ്റ് ഷുഗറാണ് ഞാൻ മിക്സ് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ മാവിലേക്ക് ഞാൻ ബട്ടർ, ഇത് അൺസോൾട്ടഡ് ബട്ടറാണ്, ഇത് ഞാൻ ഉരുക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കാൻ പോവാണ്. അപ്പം ഇതിൻ്റെ ഒരു 1/4 ഭാഗം ബട്ടറാണ് ഇതിനൊരു ടേസ്റ്റ് വരുന്നത്. ഒരു 1/4 ഭാഗം ഇതിലോട്ട് ഇടുവാണ്. ഒന്ന് മെൽറ്റ് ചെയ്ത് എടുക്കുവാണ്. മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു മാവിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുവാണ്. എന്നിട്ട് കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ചും കൂടെ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് അതിനകത്തേക്ക്. ഒരു 2 സ്പൂൺ പാൽ ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ ഒരു പിഞ്ച് ഇത് ബേക്കിംഗ് സോഡയാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ നന്നായിട്ട് കട്ടയൊന്നും പിടിക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പരുവെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. ഈ ഒരു പരുവത്തിലായിട്ട് വരണം. സോ പാൻ നന്നായിട്ട് ചൂടാക്കിയിട്ട് ഞാൻ ചുട്ടെടുക്കാൻ പോവാണ്. പിന്നെ കുക്കിംഗ് ടൈം ശ്രദ്ധിക്കണം, അധികം ഇത് ഇതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം എപ്പോഴും.
2 വെച്ചിട്ടാണ് ഞാൻ ചൂടാൻ പോണേ. സോ ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാൻ പോവാണ്. ഇനി അടുത്തത് ചൂടാൻ പോവാണ്. മൈദ ഉപയോഗിക്കാത്തതുകൊണ്ട് ഇത് ഇച്ചിരിയും കൂടെ വേവ് ഉണ്ടാവും സാധാരണ പാൻകേക്കിനേക്കാളും. ഇതൊന്ന് വെന്തിട്ട് കുറച്ച് സെക്കൻഡ്സ് മാത്രം നിന്നാൽ മതി, ഒരുപാട് നേരം ഒന്നും നിൽക്കണ്ട. മറിച്ചിടാറാവുമ്പോൾ നമ്മൾ നോക്കുക, നമുക്ക് മനസ്സിലാവും. എന്നിട്ട് അതിനനുസരിച്ച് മറിച്ചിടാം. ഇത് ചെറുതായിട്ടും ചുടാം വലുതായിട്ടും ചുടാം. ഞാൻ ഇച്ചിരി വലുപ്പത്തിലാണ് എടുത്തിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിനാകുമ്പോൾ കുറച്ച് വലുപ്പത്തിലാവണമാണ് നല്ലത്. നമ്മുടെ പാൻകേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിതിൽ ഇച്ചിരി ബനാനയാണ് ഇട്ടേക്കണത്. പിന്നെ അതിൻ്റെ കൂടെ ചോക്ലേറ്റ് സിറപ്പും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിറപ്പ് ഉപയോഗിക്കാം. ചോക്ലേറ്റ് സിറപ്പാണ് ബനാനയുടെ കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ സ്ട്രോബെറി, നട്ട്സ് എന്ത് വേണമെങ്കിലും ഇതിൽ ഉപയോഗിക്കാം. സോ നമ്മുടെ പാൻകേക്ക് റെഡി ആയി കഴിഞ്ഞു. സോ അവർ പാൻകേക്ക് ഈസ് റെഡി.